ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞൊരു സ്നാക്കാട്ടോ, അതായത് നല്ല മധുരമുള്ള നല്ല അടിപൊളി ഒരു പഴം വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത പഴത്തിൻ്റെ കട്ട്ലറ്റ്, പഴം കൊണ്ടുണ്ടാക്കുന്ന കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി വെച്ചിരിക്കുന്ന പഴം കേട്ടോ. നമുക്ക് ഉന്നക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന തരം പഴം, അതായത് അധികം പാകമാവാത്ത പഴം വേണം ഇതിനെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കറുത്ത അരി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കത് കളയാം. പഴം ഞാൻ നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് കളറൊക്കെ കളഞ്ഞിട്ട് നന്നായി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര ചേർക്കാം. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർക്കാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ, ഒരു 2.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ നമുക്ക് മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ ചേർക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മധുരവും തേങ്ങയും കൂടുതൽ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പഴം വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെ കട്ട്ലറ്റൊക്കെ നോക്കിയോളൂ. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ പഴത്തിൻ്റെ മിക്സ് ശരിയായിട്ട് കേട്ടോ. പഴത്തിൻ്റെ കട്ട്ലറ്റാണ് ഏറ്റവും ടേസ്റ്റ് തോന്നുന്നു. അതുപോലെ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ട്. അതുപോലെ ഇതിന് നമ്മൾ മുട്ട ഉപയോഗിക്കുന്നില്ല കേട്ടോ, മൈദമാവാണ് ഉപയോഗിക്കുന്നത്. മൈദമാവ് 3 സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ നന്നായി കലക്കിയത്, നല്ല ലൂസാവണം കേട്ടോ, കട്ടിയിൽ കലക്കരുത്. നല്ല ലൂസായിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെ ഓരോ ഉരുളകളായി എടുത്തിട്ട് ആദ്യം ഇതിൽ മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ മൈദയുടെ ഇതിൽ മുക്കാൻ പോകണം കേട്ടോ. നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കുക. നമുക്കിഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പഴത്തിൻ്റെ മിക്സിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഈ മിക്സ്ചറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് മാറി നിൽക്കും. നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് കേട്ടോ. കണ്ടോ, ഇതിനുണ്ടാക്കി നമ്മൾ പ്ലേറ്റിലേക്ക് വയ്ക്കുക. അങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കട്ട്ലറ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണയിലിട്ടിട്ട് വറുത്ത് പോരാം കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് വറുത്ത് പോരാം. മീഡിയത്തിലിട്ട് വെക്കണം. കണ്ടോ, നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കട്ട്ലറ്റ് കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം കേട്ടോ. നോക്കിക്കേ, കട്ട്ലറ്റ് ഇരിക്കണ കാണാൻ തന്നെ എന്ത് രസം. അതിൻ്റെ കൂടെ സോസൊന്നും വേണ്ട കേട്ടോ കഴിക്കാൻ, വെറുതെ കഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബനാന കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ കട്ട്ലറ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇതിൻ്റെ കൂടെ സോസൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, കമൻറ്റ് അയക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.